സംഘർഷം തുടരുന്ന ലഡാക്കിൽ സമാധാന ചർച്ചകൾ ബുധനാഴ്ച പുനരാരംഭിക്കും. വെടിവയ്പിൽ സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ബൽറാം നെടുങ്ങാടി ചേരുന്നു വീണ്ടും ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. SKN സെപ്റ്റംബർ 24-ന് 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷത്തിന് പിന്നാലെ മറ്റ് നിരവധി പേരെ, സോനം വാങ്ചുക് അടക്കം നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ലേ അപ്പെക്സ് ബോഡി, കാർഗിൽ എന്നീ 2 സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഈ ചർച്ചകളിൽ നിന്നും, ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ ചർച്ചകളിൽ നിന്നും 2 സംഘടനകളും പിന്മാറിയിരുന്നു. തുടർന്ന് അനിശ്ചിതത്വത്തിലായി ചർച്ചകൾ. ഒക്ടോബർ 6-ന് നിശ്ചയിച്ചിരുന്ന ചർച്ചകളിൽ നിന്നാണ് പിന്മാറിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ഒരു 3-അംഗ ജുഡീഷ്യൽ കമ്മീഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നത്. മറ്റന്നാൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. ഈ ചർച്ചകളിൽ പ്രധാനമായും കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള 3 പ്രതിനിധികളും 2 സംഘടനകളെയും പ്രതിനിധികളായിരിക്കും പങ്കെടുക്കുക. അതേസമയം ഈ ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി അടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഉന്നതാധികാര സമിതി അംഗങ്ങൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് ബീഹാറിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘം ഈ ഒരു ചർച്ചകളുടെ ഭാഗമാകില്ല. എങ്കിൽ പോലും സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയാണ് സംഘടനകളും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഘർഷത്തിനുള്ള വീണ്ടും സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.